ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടറുമായിട്ട് ഹെയറിനെ കുറിച്ചിട്ടുള്ളതൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടായിരുന്നല്ലോ. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാണാത്തവർ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇന്നലെ GFCയെ കുറിച്ചും PRPയെ കുറിച്ചും ഹെയർ ട്രാൻസ്പ്ലാന്റിനെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ ഇത് GFC ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രോത്ത് ഫോളിക്കൽ കോൺസെൻട്രേറ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേലും അവർ ആദ്യം എനിക്കിപ്പോൾ ഇത് എൻ്റെ മുടിയുടെ വോളിയം കുറയുന്നതിനനുസരിച്ചിട്ട് ഇത് ചെയ്യേണ്ടി വരും. ആക്ച്വലി 6 months ഒരിക്കലാണ് ഇത് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ ചെയ്തിട്ട് ഒരു 6 months കൂടുതലായി എന്ന് തോന്നുന്നു. അപ്പം ഇപ്പം സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുമല്ലേ, അപ്പോൾ ഹെയർ ഫോൾ നല്ലപോലെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ GFC ചെയ്യാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ GFC ചെയ്യുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഇത്. അപ്പം ആദ്യം ഇങ്ങനെ നമ്മുടെ തലയിൽ ഒരു ലോക്കൽ അനസ്തേഷ്യ പോലത്തെ ഒരു ഓയിൻമെൻ്റ് ആണ് കേട്ടോ. അതിങ്ങനെ നമ്മുടെ ഈ സ്കാൽപ്പിലൊക്കെ പുരട്ടിയതിന് ശേഷം ഒരു 45 minutes നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം അത് നമ്മുടെ ബോഡിയുമായിട്ടൊന്ന് ഇതാവാനായിട്ട്. എന്നായിരുന്നാലും ഒരു ചെറിയ പെയിൻ ഉണ്ടാവും ചെയ്യുമ്പോഴത്തേല്. അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറയാം കേട്ടോ. അപ്പം എൻ്റെ തലയിലും ഒരു ഭാഗത്ത് ഇപ്പം ആ സിസ്റ്റർ മരുന്ന് പുരട്ടിയില്ലേ, ആ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലേക്കും കൂടെ ഇപ്പൊ GFC ചെയ്യുവാണ്. പക്ഷെ അത് എത്ര കണ്ട് അത് പോസിബിൾ ആവും എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഡോക്ടർ ആദ്യം മെഡിക്കേഷൻസ് നോക്കാം, അത് കഴിഞ്ഞിട്ട് മറ്റെന്തിനെങ്കിലും കുറിച്ച് ചിന്തിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മരുന്നൊക്കെ തേച്ചിട്ട് ഇതുപോലെ ഒരു ക്ലിങ് റാപ്പ് വെച്ചിട്ട് അവിടെയൊക്കെ കവർ ചെയ്യും. എന്നിട്ട് നമ്മളുടെ ആ ഒരു ഷവർ ക്യാപ്പ് വെച്ചിട്ട് തല ഇങ്ങനെ കവർ ചെയ്ത് വെക്കും കേട്ടോ. ഇത് ഞാനിങ്ങനെ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആരും ഇങ്ങനെ GFC ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എങ്ങനെയാണ് GFC പ്രൊസീജിയർ എന്നും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഒക്കെ എല്ലാവരെയും ഒന്ന് മനസ്സിലാക്കിച്ച് തരാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ എനിക്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എല്ലാം നല്ല വിശദമായിട്ട് ഡോക്ടറോട് ചോദിച്ച് എനിക്ക് ഉള്ള ഡൗട്ട്സ്, എന്നോട് സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഡൗട്ട്സാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഹെയർ നമ്മൾ ഒന്ന് അതിൻ്റെ ആ ക്രീമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ ബ്ലഡ് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ തന്നെ ബ്ലഡാണ് എടുക്കുന്നത്. അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് വേർതിരിച്ച് മാറ്റും. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് മാറ്റിയിട്ട് ആ പ്ലേറ്റ്ലെറ്റ്സ് തന്നെ നമ്മളുടെ ഇപ്പം ഈ മുടി കൊഴിച്ചിലുള്ള ആ കൂടുതൽ ഭാഗത്ത് എവിടെയൊക്കെയാണോ കൂടുതൽ കൊഴിച്ചുള്ള ആ ഭാഗത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴത്തേലും ഈ ഹെൽത്തി ആയിട്ടുള്ള സെൽസ് അവിടെ ചെന്നിട്ട് ആ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും കേട്ടോ. അതാണ് ആക്ച്വലി ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഇത് PRP എന്ന് പറയുന്നതും GFC എന്ന് പറയുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ PRPയുടെ ഡോക്ടർ പറഞ്ഞല്ലോ, അത് കുറച്ച് പെയിൻ കൂടുതലായിരിക്കും. കുറച്ച് ഇത് എന്താ പറയുന്നത്, അത് കൂടുതൽ പ്രാവശ്യം ചെയ്യേണ്ടി വരും. അതൊരു 7-8 പ്രാവശ്യം ചെയ്യുന്നത്, ഇതൊരു 3 to 4 times ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ എടുക്കുന്ന ബ്ലഡിൻ്റെ കൗണ്ടും കുറവ് മതി. പിന്നെ പെയിനും അതെ കുറവ് മതി. അപ്പം എനിക്ക് ഹെഡിൽ ഇതുവരെ PRP ചെയ്തിട്ടില്ല. GFC തന്നെയാണ് ആദ്യം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം ബ്ലഡ് എടുക്കാനായിട്ട് സിസ്റ്റർ കുറേ ശ്രമിച്ചു. 2 പ്രാവശ്യം കുത്തി, കിട്ടിയില്ല. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം ശ്രമിച്ച് നോക്കുന്നതാണ്. എന്നിട്ടും അതിൽ നിന്നും കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
മൂന്നാമത്തെ പ്രാവശ്യമാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വെയിൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓരോ പ്രാവശ്യം ഏത് ഹോസ്പിറ്റലിൽ ചെന്നിരുന്നിരുന്നാലും ബ്ലഡ് എടുക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ IV ഇടേണ്ടി വന്നിരുന്നിരുന്നാലോ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, കിട്ടില്ല, വെയിൻ കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് GFCയുടെ ആ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. അപ്പം നമ്മുടെ ബ്ലഡും എടുത്ത് ബ്ലഡ് ഇങ്ങനെ അതൊന്ന് അതിനെ പ്ലേറ്റ്ലെറ്റ് ആയിട്ട് തിരിച്ച് എടുക്കാനായിട്ടും എല്ലാത്തിനും കൂടി ഒരു 45 മിനിറ്റ്സ് എല്ലാം കൂടെ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബ്ലഡ് കളക്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ ഞാനിത് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാൻസർ വന്നിട്ട് പോയതിനു ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ആണ്. ഹെയർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഡോക്ടർ പറഞ്ഞില്ലേ അതുപോലെ എംപ്റ്റി സ്പേസ് വരെ എൻ്റെ ഹെഡിൽ ഉണ്ടായിരുന്നു, നല്ലോണം ബാൾഡ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്, ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിൽ തന്നെയാണ്. കാരണം മെഡിസിൻ കുറയുമ്പോഴത്തേലോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് എങ്ങാനും മെഡിസിൻ വല്ലതും കണ്ടിന്യൂ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഹെയർ ഫോള് ഭയങ്കരമായിട്ട് കൂടും. ഞാൻ കിടക്കുന്ന തലയിണയിൽ വരെ ഇങ്ങനെ ബേബി ഹെയർസും അല്ലാതെ ഹെയർസൊക്കെ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലയിണയിൽ ഇങ്ങനെ നിറഞ്ഞിട്ട് ഉണ്ടായിരിക്കും. അപ്പം എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ പറ്റത്തില്ല. അപ്പം എനിക്ക് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും മറ്റുള്ളവർക്കും കൂടി ഒരു യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത്. കാരണം ഒത്തിരി പേർക്ക് ഇപ്പോൾ ഈ ഹെയർ ഫോൾ എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ പലപ്പോഴും ആരും അത് കെയർ ചെയ്യാറുമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രായമാകുമ്പോഴത്തേലും ഹെയർ പോകുന്നതല്ലേ എന്ന്. പക്ഷേ ഈ ഒരു ഭയങ്കര എമൗണ്ട് ആയിട്ട് പോകുന്നത് ഹെയർ പോകുന്നത് എൻ്റെ വോളിയം അനുസരിച്ച് തിരിച്ചു വരില്ല. ഗ്രോത്ത് എപ്പോഴും കുറവായിരിക്കും, പോകുന്നത് സ്പീഡിലായിരിക്കും, പക്ഷെ വരുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. അപ്പോൾ ഈ ഹെയർ ലോസ് നമ്മൾ കണ്ടു തുടങ്ങിയ കഴിവതും അത് ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഭാവിയിൽ അത് ബാൾനെസ്സിനും എല്ലാത്തിനും കാരണമാകും. ഇതൊന്നും പ്രശ്നമില്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് കുറച്ച് അത് വിഷമമുള്ള കാര്യമാണ്. കാരണം എൻ്റെ ശരീരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഹെയർ ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളതും ഹെയർ ആണ്. പക്ഷേ എന്തുകൊണ്ടോ ഹെയർ ആണ് എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ബാൾഡായിട്ട് നടക്കുന്നത് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നു. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ സഹായമാവുമെങ്കിൽ അവർക്കും കൂടെ സഹായമാവട്ടെ എന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഈ GFC എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉണ്ടാവുള്ളൂ, കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് ഇതൊരു എന്താ പറയുന്നത്, ഒരു ഹെൽപ്പാവും അവർക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ബ്ലഡ് എടുക്കാൻ വേണ്ടി ഇത്രയും നേരം സിസ്റ്റർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ ബ്ലഡ് കിട്ടുന്നുണ്ട്. സ്കാൽപ്പ് വെയിൻ ഇട്ടിട്ട് അവർ ബ്ലഡ് കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇത് എൻ്റെ പുതിയ ചാനലാണ് കേട്ടോ. ഷിബീസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് എന്ന് പറയുന്നത് എൻ്റെ പുതിയ ചാനലാണ്. അപ്പോൾ പഴയ ചാനലിൽ കണ്ടുകൊണ്ടിരുന്നവർ ഇപ്പോഴും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾ കാണുന്നതിനോടൊപ്പം ഇത് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഞാനിടുന്ന ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇത്, അപ്പോൾ അത് അവർക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാവും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തലയിലുള്ള ആ ക്രീമൊക്കെ തുടച്ച് കളഞ്ഞ് ജസ്റ്റ് അതൊക്കെ വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം തലയൊക്കെ മസാജ് ചെയ്ത് അതിലേക്ക് ബീറ്റാഡിനും എല്ലാം അപ്ലൈ ചെയ്യുകയാണ്. നമ്മുടെ ഹെഡ് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം ഇത് ചെയ്യുമ്പോഴേക്ക്. തല നല്ല ഇതായിട്ട്
ക്ലീൻ ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഓയിൻമെൻറ്റൊക്കെ വൈപ്പ് ചെയ്തതിന് ശേഷം ബിറ്റാഡിനൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സ്കാൽപ്പ് ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിരിക്കണം. അതിനുവേണ്ടി സിസ്റ്റർ ഇത് സ്കാൽപ്പ് മുഴുവൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുവാണ്. ഇനിയിപ്പോൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുവാണേ. പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ഡോക്ടർ കണ്ടോ ആ കയ്യിലിരിക്കുന്നത് ഒരു വൈബ്രേറ്ററാണ് കേട്ടോ. ആ വൈബ്രേറ്റർ വെച്ചിട്ട് ഹെഡിൽ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ലോക്കൽ അനസ്തേഷ്യ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പെയിൻ ഉണ്ടാവും. അപ്പോൾ പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വൈബ്രേഷൻ തന്നിട്ടാണ് ഇങ്ങനെ ലോക്കൽ അനസ്തേഷ്യ തരുന്നത്. ലോക്കൽ അനസ്തേഷ്യ തന്നതിന് ശേഷമാണ് GFC നമ്മുടെ തലയിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ഹെയർ നമ്മളിങ്ങനെ ഓരോ സ്ട്രാൻഡ്സ് ആയിട്ട് എടുക്കുമ്പോൾ അതിന് ഒട്ടും തിക്നെസ് ഇല്ല, ഇങ്ങനെ പെട്ടെന്ന് പൊട്ടി പോവുകയാണ്. മിനോക്സിഡിലാണ് ആ ഹെയറിന്റെ തിക്നെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് 1 ml ആണോ ഡോക്ടർ? ഞാൻ കുറേ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരുടെ കണ്ടപ്പോൾ അവരുടെ നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് ഹെയർ ഗ്രോത്തിന്റെ മാത്രമല്ല എത്ര ഗ്രാഫ്റ്റ് ഇടുന്നു അതിന്റെ വ്യത്യാസം ഉണ്ടോ? എനിക്ക് 1500 ഇട്ടിട്ടുണ്ട്. ലേഡീസിന് നമ്മളെപ്പോഴും 6 റേഞ്ചാണ് എപ്പോഴും. ഇനിയും ചെയ്യേണ്ടി വരുമായിരിക്കും. ബേസിക് എയിം സ്കാൽപ്പ് വിസിബിൾ ആവാൻ പാടില്ല. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ടിൽ എപ്പോഴും ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിൽ കുറച്ച് ഭാഗം ഇങ്ങനെ ആ ഏരിയ മാത്രമാണ് നമുക്ക് ആ ഏരിയ മാത്രം ടാർഗറ്റ് ചെയ്ത് ചെയ്യാം. പക്ഷേ മെഡിക്കൽ ട്രീറ്റ്മെന്റ് വരെ നമുക്കൊന്ന് ഫോളോ ചെയ്തിട്ട് നോക്കിയിട്ട് ഡിസിഷൻ. ഞാൻ ഡോക്ടർ പറഞ്ഞ പോലെ ഹോർമോൺ ടാബ്ലറ്റ് ഇങ്ങനെ ഹെയർ ഹോർമോൺ ടാബ്ലറ്റ് അല്ല, പക്ഷെ ഹോർമോൺസിനെ അതിന്റെ ഒരു വേറെ ഒരു എല്ലാത്തിനും ഇപ്പം പനിക്ക് നമ്മൾ ആദ്യം പാരസിറ്റമോൾ ചെയ്യും, പിന്നെ ആന്റിബയോട്ടിക്, അങ്ങനെ ഒരു ഇതുണ്ട്. സോ അതിപ്പോ നമുക്ക് സിമ്പിൾ ആയ ട്രൈക്കോഡോസ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നോക്കിയിട്ട് വീൽ ആഡ് സംതിങ് പ്രൊവൈഡ്. എന്നിട്ട് അതിന്റെ സമയം കൊടുത്തിട്ട് പിന്നെ നമുക്കത് ഡോക്ടർ GFC ആക്ച്വലി എന്താ ചെയ്യുന്നത്? GFC ബേസിക്കലി ഒന്ന് നമ്മുടെ വിസിബിൾ ഹെയർ ലോസ്. സപ്പോസിങ് നമുക്ക് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു പനി വന്നു, അതിൻ്റെ എന്തെങ്കിലും ഇൽനെസ് വന്നു കഴിഞ്ഞാൽ ഒരു 2-3 months കഴിയുമ്പോൾ നമുക്കൊരു ഹെയർ ലോസ് എക്സ്പെക്ട് ചെയ്യും. സോ ദ ഫസ്റ്റ് തിങ് ദിസ് ഡസ് ഇസ് ആ വിസിബിൾ ഹെയർ ലോസ് ഒന്ന് കുറയ്ക്കും. അതാണ് ഫസ്റ്റ് നമ്മൾ കാണുന്ന ചേഞ്ച്. സെക്കൻഡ് തിങ് ബേബി ഹെയർസ്, തിന്നായ ഹെയർസ് വിച്ച് ആർ നോട്ട് വെരി വിസിബിൾ, അതിന് ബേസിക്കലി ഒരു ഗ്രോത്ത് സ്പേർട്ട് കൊടുക്കും, അതിന് കുറച്ച് വോളിയം കിട്ടും. സോ എക്സിസ്റ്റിംഗ് ഹെയറിന്റെ പുറത്താണ് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് വർക്ക് ചെയ്യുക. ബേബി ഹെയർസ് നമുക്ക് ഓബ്വിയസ്ലി ഫ്രണ്ടിലും സ്കാൽപ്പ് വിസിബിൾ ആയ ഏരിയസിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. തിക്കായ ഹെയർസിനിടയ്ക്ക് നമ്മൾ ബേബി ഹെയർസ് കാണുള്ളൂ. ഫ്രണ്ടില് ബേസിക്കലി എല്ലായിടത്തും ഒരുമിച്ചായിരിക്കും വരിക, പക്ഷെ ഫ്രണ്ടില് ഇറ്റ് ഇസ് മോർ വിസിബിൾ എന്ന് മാത്രം. ക്യാൻസർ വന്നതിന് ശേഷമാണ് ഇത്രയും ഇങ്ങനെ ഒരു ഹെയർ ലോസ്. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് ഇതിന്റെ ക്യാൻസർ വന്ന് പോകുന്നവർക്ക് ഭയങ്കര തിക്ക് ഹെയർ ആയിട്ട് വരും. അങ്ങനെ ഒരു ഇതില്ല. ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. അത് ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ സ്ട്രെസ്ഫുൾ ടൈം ആണല്ലോ, അതൊരു ബോഡിയുടെ സ്ട്രെസ്സും ഉണ്ട് മെന്റൽ സ്ട്രെസ്സും ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു ഹെയർ ഫോൾ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ എനിക്ക് ഹെയർ വരുന്നതേ ഇല്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞില്ലേ ബോഡിയിൽ ഫുൾ ഹെയർ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹെയറാണ്. എനിക്ക് അത് തന്നെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എൻ്റെ മക്കൾക്കൊക്കെ നിറച്ച് ഹെയർ ഉണ്ട്, പക്ഷെ അവർ
ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്ത് ഇപ്പം മൂത്ത മോൾക്ക് എൻ്റെ സെയിം കണ്ടീഷൻ വരുവാണ്. ദീപ്തിക്ക് അത് വിത്ത് ടൈം തിങ്സ് അതാണ്. ഇപ്പോഴത്തെ ഹെയർ ഡേൽ ഹാവ് വോളിയം, ആ ടെൻഡൻസി ഉള്ളതുകൊണ്ട് ആഫ്റ്റർ എ വൈൽ അവർക്ക് ഈ സെയിം പാറ്റേൺ വരാനുള്ള ചാൻസ്. ഹസ്ബൻഡിന് നല്ല ഹെയർ ഗ്രോത്ത് ആണ്, പെട്ടെന്ന് ഹെയർ വരും. അപ്പോൾ ഇതായിരുന്നു GFC ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്നാണ് കേട്ടോ. ഞാൻ നേരത്തെ ഗ്രോത്ത് ഫോളിക്കിൾ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞു, അപ്പോൾ അത് തെറ്റിപ്പോയതാണ് കേട്ടോ. ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു GFC. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാലായിട്ട് കുറച്ചൊരു എന്താ പറയുന്നത്, ഒരു മരവിപ്പും തലയിൽ ഒരു എന്താ പറയുന്നത്, കുറച്ചൊരു സ്വെല്ലിങ് പോലെയൊക്കെ ഉണ്ടാവും. ഒരുപാടൊന്നുമില്ല. ഒരു 2 ദിവസത്തേക്ക് ഒരു ചെറിയൊരു പെയിൻ ഉണ്ടാവും. പിറ്റേ ദിവസം എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം കുളിക്കാൻ പാടില്ല, തല കഴുകാൻ പാടില്ല. നമ്മൾ പോകുന്നതിന് മുമ്പേ കുളിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഇനി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.